ഒരു മാസത്തേക്ക് ഇനി വേറെ സ്നാക്സ് ഒന്നും വേണ്ട, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദാ മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിൽ കുറച്ച് ലെയർ നമുക്ക് വരുത്തിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലെയറിലുണ്ടാവും കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ബോട്ടിൽ സ്റ്റോർ ചെയ്യാം. അതല്ല കുറച്ച് മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ട് ഒരു നൂൽ പരുവമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്നാക്സ് അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.